അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. അള്ളാഹുവിൻ്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ മിഅ്റാജിൻ്റെ രാത്രിയിൽ കണ്ട ഒരു ഭയാനകരമായിരിക്കുന്ന രംഗം നമ്മയൊക്കെ സത്യത്തിൽ അത് പറയുമ്പോൾ ഭയപ്പെടുത്തുന്നതാണ്. മഹാനായിരിക്കുന്ന അനസ് ബിൻ മാലിക് റളിയല്ലാഹു അൻഹു തന്നെയാണ് ഈ ഹദീസും ഉദ്ധരിക്കുന്നത്. ഇമാം അഹ്മദ് തങ്ങൾ തൻ്റെ മുസ്നദിലും അതുപോലെ തന്നെ ഇമാം ഹൈസമി തങ്ങൾ തൻ്റെ മുജമ്മഉസ് സവായിദ് എന്ന ഗ്രന്ഥത്തിലും ഈ ഹദീസ് കൊണ്ടുവന്നതായി കാണാം. അതൈതു ലൈലത്തൻ ഉസ്രിയ ബി അലാ റിജാലിൻ. ഇസ്രായിൻ്റെ രാത്രിയിൽ ഒരു വിഭാഗം ആളുകളുടെ അടുത്തുകൂടി ഞാൻ നടന്നുപോയി എന്ന് പുണ്യ നബി പറയുകയാണ് സല്ലല്ലാഹു അലൈഹി വസല്ലം. തഖറലു ഷിഫാഹുഹും ബി മഖാരീല മിൻ നാരിൻ. അവരുടെ വായകളെ തീ കൊണ്ടുള്ള കട്ടറുകളാൽ മുറിക്കപ്പെടുന്നുണ്ട്. ഖുൽതു മൻ ഹഉലാഇ യാ ജിബ്രീൽ. ജിബ്രീലെ, ആരാണിതെന്ന് ഞാൻ വളരെ ആകാംക്ഷയോടുകൂടെ ചോദിച്ചു. ഖാൽ, ജിബ്രീൽ അലൈഹിസ്സലാം പറഞ്ഞു, ഹഉലാഇ ഖുതബാഉ ഉമ്മത്തിക അല്ലദീന യഅ്മുറൂന അന്നാസ ബിൽ ബിർരി വയൻസൗന അൻഫുസഹും. ജനങ്ങളോട് നന്മ കൽപ്പിക്കുകയും സ്വന്തം ജീവിതത്തിൽ അത് പകർത്താതെ നടക്കുകയും ചെയ്യുന്ന പ്രഭാഷകർ, പ്രബോധകർ, അവർക്കുള്ള ശിക്ഷയാണിത്. സ്വന്തം വാക്ചാതുര്യം കൊണ്ട്, സ്വന്തം ശബ്ദഭംഗി കൊണ്ട്, ശൈലി കൊണ്ട് ജനമനസ്സുകളിൽ ഇടം പിടിക്കുകയും ജനങ്ങൾക്ക് ഈമാനികമായ ആവേശം നൽകുകയും ചെയ്യുന്ന പല പ്രഭാഷകരും അവരുടെ ജീവിതത്തിൽ ഈ പറയപ്പെട്ട കാര്യങ്ങൾ ചെയ്യാത്തവരായിരിക്കാം. അത്തരത്തിലുള്ള ആളുകൾക്കുള്ള ശിക്ഷയാണ് എന്നാ പറഞ്ഞത്. പലരും ജനങ്ങളെ ഉപദേശിക്കും നല്ലത് ചെയ്യാൻ, പക്ഷേ രഹസ്യമായി അവർ ചെയ്യുന്നത് തെറ്റുകളായിരിക്കും. ഇങ്ങനെ ജനങ്ങളോട് ഒരു നന്മ ഉപദേശിക്കുകയും ആ നന്മ സ്വന്തം ജീവിതത്തിൽ പകർത്താതിരിക്കുകയും ചെയ്യുന്ന പ്രഭാഷകർ, അവർക്കുള്ള ശിക്ഷയാണ് ഖിയാമത്ത് നാളിൽ തീ കൊണ്ടുള്ള കട്ടർ കൊണ്ട് വായ മുറിച്ചുകൊണ്ടേയിരിക്കുക എന്നത്. പരിശുദ്ധ ഖുർആൻ വളരെ ഗൗരവത്തിൽ അറിയിച്ച ഒരു കാര്യമാണല്ലോ അത്. കബുറ മഖ്തൻ ഇൻദല്ലാഹി അൻ തഖൂലു മാ ലാ തഫ്അലൂൻ. നിങ്ങൾ ചെയ്യാത്ത കാര്യം നിങ്ങൾ എന്തിനാ പറയുന്നത്, അത് അള്ളാഹുവിൻ്റെ അടുക്കൽ ഭയങ്കരമായ കുറ്റമുള്ളതാണ് എന്ന് പരിശുദ്ധ ഖുർആൻ നമുക്ക് മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. മറ്റൊരു ആയത്തിൽ പറയുന്നില്ലേ, അതഅ്മുറൂന അന്നാസ ബിൽ ബിർരി വതൻസൗന അൻഫുസകും വഅൻതും തത്ലൂനൽ കിതാബ അഫലാ തഅഖിലൂൻ. ജനങ്ങളോട് നന്മ കൽപ്പിക്കുകയും സ്വന്തം ശരീരത്തെ മറക്കുകയും ചെയ്യുന്നവരെ നിങ്ങൾ ചിന്തിക്കുന്നില്ലയോ എന്ന് പരിശുദ്ധ ഖുർആൻ ചോദിക്കുന്നു. പ്രിയമുള്ളവരെ, കേൾക്കുമ്പോൾ സത്യത്തിൽ ഭയം തോന്നുന്ന സംഭവങ്ങളാണ് ഇസ്രാഇൻ്റെ രാത്രിയിൽ സംഭവിച്ചത്. അല്ലാഹു സുബ്ഹാനഹു വ തആല നന്മയുടെ പാതയിലൂടെ സഞ്ചരിക്കാൻ നമുക്കെല്ലാവർക്കും തൗഫീഖ് നൽകി അനുഗ്രഹിക്കട്ടെ. വ ആഖിറു ദഅവാന അനിൽ ഹംദുലില്ലാഹ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു.